ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് സർവീസസ് ആർ നോട്ട് വെബ് പേജസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ വെബ് സർവീസസ് എന്ന് പറയുമ്പോൾ അത് വെബ് പേജസ് മാത്രമല്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വെബ് സർവീസസ്? അതൊക്കെ എന്താണ്? അപ്പോൾ എന്താണ് വെബ് സർവീസസ്? അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നോക്കാം അല്ലേ. അപ്പോൾ വെബ് സർവീസ് എന്ന് പറയുന്ന ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. ഇത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള XML മെസ്സേജിങ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. XML എന്തായിരുന്നു? എക്സ്റ്റൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ ഈ XML എന്തിനാണ് ഉപയോഗിക്കുന്നത്? XML വെബ് സർവീസിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസിനെയും എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലയൻറ്റ് ഒരു വെബ് സർവീസിനെ ഇൻവോക്ക് ചെയ്യുന്നു ഒരു XML മെസ്സേജ് സെൻഡ് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു XML റെസ്പോൺസിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ XML നടക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും ആ വെബ് സർവീസുകളെല്ലാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ടൈഡപ്പ് ചെയ്തിട്ടുള്ള ആയിരിക്കുകയില്ല. പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഇവിടെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യം വരാം. അതായത് ഇപ്പം ഒരു ജാവ പ്രോഗ്രാമിന് ഒരു പേളുമായിട്ട് ടോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വിൻഡോസ് ആപ്ലിക്കേഷൻസിന് യുണിക്സ് ആപ്ലിക്കേഷൻസുമായിട്ട് ടോക്ക് ചെയ്യേണ്ടി വരും. ഇനി ഈ വെബ് സർവീസസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സെൽഫ് കണ്ടെയ്ൻഡ്, മോഡുലർ, ഡിസ്ട്രിബ്യൂട്ടഡ്, ഡൈനാമിക് ആപ്ലിക്കേഷൻസ് ആണെന്ന് പറയാം. അവയൊക്കെ നമുക്ക് ഡിസ്ക്രൈബ്, പബ്ലിഷ്ഡ്, ലൊക്കേറ്റഡ് ഓർ ഇൻവോക്ഡ് ഓവർ ദ നെറ്റ്വർക്ക് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ലൊക്കേറ്റ് ചെയ്യുകയും ഇൻവോക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക്, ഡിസ്ട്രിബ്യൂട്ടഡ്, മോഡുലർ, സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് വെബ് സർവീസുകൾ എന്ന് നമുക്ക് പറയാം. ഇതുപയോഗിച്ച് നമുക്ക് പ്രോഡക്ട്സ്, പ്രോസസ്സസ്, സപ്ലൈ ചെയിൻ ഇവയെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അവ ലോക്കൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ വെബ് ബേസ്ഡും ആവാം. അപ്പോൾ ഈ TCP/IP, HTTP, ജാവ, HTML, XML എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പൺ സ്റ്റാൻഡേർഡ്സിന്റെ ടോപ്പിലായിട്ടായിരിക്കും ഈ വെബ് സർവീസുകൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ വെബ് സർവീസസ് എന്ന് പറയുന്ന ഒരു XML ബേസ്ഡ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് സിസ്റ്റംസ് ആണ്. ഇത് ഇന്റർനെറ്റിനെ ഉപയോഗിക്കുന്നു ഈ ആപ്ലിക്കേഷൻ ടു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രോഗ്രാംസ്, ഒബ്ജക്ട്സ്, മെസ്സേജ്, ഡോക്യുമെന്റ്സ് ഇവയെല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ വെബ് സർവീസ് എന്ന് പറയുന്നത് കുറെ കളക്ഷൻ ഓഫ് ഓപ്പൺ പ്രോട്ടോകോൾസും സ്റ്റാൻഡേർഡ്സുമാണ്. അപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ ഡേറ്റാസിൻ്റെ ഇടയ്ക്കായിട്ട് അത് ഡേറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിസ്റ്റംസ് അതിനിടയ്ക്കായിട്ട് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറെ കളക്ഷൻ ഓഫ് ഓപ്പൺ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഇവയാണ് വെബ് സർവീസുകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും എഴുതിയിരിക്കുന്നത്, പല പ്ലാറ്റ്ഫോമിലായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവക്കൊക്കെ വെബ് സർവീസസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയിട്ടുള്ള ഇൻ്റർനെറ്റിലൊക്കെ അല്ലെങ്കിൽ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, സിംഗിൾ നെറ്റ്വർക്കിലുള്ള ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻസിലൊക്കെ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇന്റർഓപ്പറബിലിറ്റി പറ്റുന്നത്. അപ്പോൾ അതായത് ഇപ്പം ജാവയും പൈത്തനും തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റിയും വിൻഡോസും ലിനക്സും തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റിയൊക്കെ പറയല്ലേ. അപ്പോൾ ഇവിടെ വെബ് സർവീസുകൾ ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഇന്റർഓപ്പറബിലിറ്റി കിട്ടുന്നത് നമുക്ക്. അപ്പോൾ വെബ് സർവീസിനെ പറ്റി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടാവും? വെബ് സർവീസുകൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള ഇൻട്രാനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള XML മെസ്സേജിങ് സിസ്റ്റമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൽ മാത്രം മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല ഈ വെബ് സർവീസ്. അത് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഉപയോഗിക്കും. അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം ഈ വെബ് സർവീസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു കോമൺ XML ഗ്രാമർ ഉപയോഗിച്ച് സെൽഫ് ഡിസ്ക്രൈബിങ് ഇവിടെ നടക്കും. പിന്നെ ഒരു സിമ്പിൾ ഫൈൻഡ് മെക്കാനിക്സ് ഉപയോഗിച്ച് ഇത് ഡിസ്കവറബിൾ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് വെബ് സർവീസുകളുടെ കമ്പോണൻസ് എന്ന് നോക്കാം. അപ്പോൾ ഈ വെബ് സർവീസസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്
XMLും HTTPയുടെയും ഒരു രണ്ടുമൂന്നൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാം ബേസിക് ആയിട്ടുള്ള വെബ് സർവീസസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് സർവീസസ് സ്റ്റാൻഡേർഡിൽ വേണ്ടതാണ് SOAP, സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ, UDDI, യൂണിവേഴ്സൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്കവറി ഇന്റഗ്രേഷൻ, WSDL, വെബ് സർവീസസ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്. അപ്പോൾ എങ്ങനെയാണ് ഈ വെബ് സർവീസ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. അപ്പോൾ ഈ ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള HTML, XML, WSDL, SOAP, അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്ന വേരിയസ് ആപ്ലിക്കേഷൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് എനേബിൾ ചെയ്യുന്നു ഈ വെബ് സർവീസുകൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെബ് സർവീസുകൾ ഈ ആരുടെയൊക്കെ സഹായം വഹിക്കുന്നു? XML ഉപയോഗിക്കുന്നു ഡേറ്റയെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, SOAP ഉപയോഗിക്കുന്നു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, WSDL ഉപയോഗിക്കുന്നു സർവീസിൻ്റെ അവൈലബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ജാവ ബേസ്ഡ് ആയിട്ടുള്ള വെബ് സർവീസ് നമുക്ക് സോളാറിസിൽ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഇതിന് വിൻഡോസിൽ റൺ ചെയ്യാം, ഒരു വിഷ്വൽ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിൽ നിന്നും റൺ ചെയ്യാം. അതുപോലെ ഒരു C# ലാംഗ്വേജ് ഉപയോഗിച്ച് ന്യൂ വെബ് സർവീസസ് വിൻഡോസിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു വെബ് ആപ്ലിക്കേഷൻ, അതായത് ഈ ലിനക്സിൽ റൺ ചെയ്യുന്ന ഒരു ജാവ സെർവർ പേജ് JSP പേജിൻ്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ സംഭവത്തിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ അക്കൗണ്ട് മാനേജ്മെൻറ്റ്, അതുപോലെ ഒരു ഓർഡർ പ്രോസസ്സിംഗ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഒരു അക്കൗണ്ടിങ് പേഴ്സണിൽ ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, വിഷ്വൽ ബേസിക്കും JSP ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ്? പുതിയ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും പുതിയ കസ്റ്റമർ ഓർഡർ എൻ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിംഗ് ലോജിക്കൊക്കെ എഴുതിയിരിക്കുന്നത് ജാവ കോഡിലാണ്. എന്നിട്ട് ഇത് നിൽക്കുന്നത് സോളാറിസിസ് മെഷീനിലാണ് ഇത് റിസൈഡ് ചെയ്യുന്നത്. ഇത് ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു, ഇൻഫർമേഷൻ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പം ക്ലയൻറ്റ് പ്രോഗ്രാം അക്കൗണ്ട് രജിസ്ട്രേഷൻ ഇൻഫർമേഷൻസിനെ എല്ലാം ബണ്ടിൽ ചെയ്ത് SOAP മെസ്സേജിൻ്റെ രൂപത്തിലാക്കുന്നു, SOAP മെസ്സേജിൻ്റെ ഫോമിലാക്കുന്നു. ഈ SOAP മെസ്സേജ് വെബ് സർവീസസിലേക്ക് സെൻഡ് ചെയ്യുന്നു ഒരു HTTP പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ ബോഡി ആയിട്ട്. ഈ വെബ് സർവീസ് എന്നിട്ട് ഈ SOAP റിക്വസ്റ്റിനെ അൺപാക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ ഒരു കമാൻഡ് രൂപത്തിലാക്കുന്നു, ഒരു ആപ്ലിക്കേഷൻസിന് മനസ്സിലാകുന്ന രീതിയിൽ. ഇനി ആപ്ലിക്കേഷൻസ് ഈ ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് ഒരു യുണീക്ക് അക്കൗണ്ട് നമ്പർ ഫോർ ദ കസ്റ്റമറിൻ്റെ രൂപത്തിൽ റെസ്പോണ്ട് ചെയ്തു, അതുമായിട്ട് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നു. വെബ് സർവീസ് പാക്കേജ് മറ്റൊരു SOAP മെസ്സേജുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇത് ഒരു ക്ലയൻറ്റ് പ്രോഗ്രാമിന് ആ ക്ലയൻറ്റ് പ്രോഗ്രാം കൊടുത്ത HTTP റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നു. ക്ലയൻറ്റ് പ്രോഗ്രാം ഈ SOAP മെസ്സേജിനെ അൺപാക്ക് ചെയ്യുന്നു ടു ഒബ്റ്റെയിൻ ദ റിസൾട്ട് ഓഫ് ദി അക്കൗണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓപ്പറേഷൻസിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരുന്നു? ഒരു ക്ലയൻറ്റ് പ്രോഗ്രാം ഇപ്പം നമ്മളിവിടെ നമ്മളെന്താ ചെയ്തിരിക്കുന്നത്? ഒരു സിമ്പിൾ അക്കൗണ്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഓർഡർ പ്രോസസ്സിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലയൻറ്റ് പ്രോഗ്രാം അക്കൗണ്ട് രജിസ്ട്രേഷൻ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു SOAP മെസ്സേജിൻ്റെ ഫോമിൽ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത്തരത്തിലുള്ള SOAP മെസ്സേജിനെ ഒരു വെബ് സർവീസിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതിൻ്റെ ബോഡി ഓഫ് എൻ HTTP പോസ്റ്റ് റിക്വസ്റ്റ്. അപ്പോൾ ഒരു HTTP പോസ്റ്റ് റിക്വസ്റ്റിൻ്റെ അകത്ത് ഈ SOAP മെസ്സേജ് വെച്ച് ഇത് വെബ് സർവീസിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ വെബ് സർവീസിൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഈ റിക്വസ്റ്റിനെ ഒന്ന് അൺപാക്ക് ചെയ്ത് തുറന്ന് നോക്കും, എന്തൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് ആ SOAP റിക്വസ്റ്റിൽ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഇതിന് എന്ത് ചെയ്യുന്നു? ഇതിന് ആ ആപ്ലിക്കേഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കമാൻഡാക്കി മാറ്റുന്നു.
എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഇപ്പം എന്താണ് SOAP റിക്വസ്റ്റ് ഇപ്പോൾ ആപ്ലിക്കേഷൻ മനസ്സിലായി. അപ്പോൾ നമുക്കറിയാം SOAP റിക്വസ്റ്റ് ഇത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ആ അക്കൗണ്ട് രജിസ്ട്രേഷൻ ഇൻഫർമേഷനിൽ നമ്മൾ SOAP മെസ്സേജിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ആ ഇൻഫർമേഷൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ അറിയാമല്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ഒരു പുതിയ യൂണീക്ക് ആയിട്ടുള്ള അക്കൗണ്ട് നമ്പർ കസ്റ്റമറിന് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഈ വെബ് സർവീസ് പാക്കേജ് ഇതിൻ്റെ റെസ്പോൺസ് മറ്റൊരു SOAP മെസ്സേജിലാക്കും. എന്നിട്ട് ഈ ഒരു HTTP റിക്വസ്റ്റ് തിരിച്ച് ഈ ക്ലയൻറ്റിന് കൊടുക്കും. അപ്പോൾ ആ HTTP റിക്വസ്റ്റിനകത്ത് എന്തുണ്ട്? ഈ വെബ് സർവീസ് പാക്കേജ് പ്രോസസ്സ് ചെയ്ത റിസൾട്ട് ഇരിക്കുന്ന SOAP മെസ്സേജ് ഉണ്ട് ഈ HTTP റിക്വസ്റ്റിൻ്റെ അകത്ത്. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലയൻറ്റിൽ തിരിച്ചെത്തി സംഭവം. അപ്പോൾ എന്ത് ചെയ്യും? ക്ലയൻറ്റിൽ SOAP മെസ്സേജ് കിട്ടിയല്ലോ. അപ്പോൾ അത് അൺപാക്ക് ചെയ്ത് തുറന്ന് നോക്കും എന്താണ് ഈ അക്കൗണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ റിസൾട്ട് എന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോൾ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെബ് സർവീസസ് എന്ന ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.